ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഒരു വേദനിപ്പിക്കുന്നൊരു സംഭവം നമ്മളുടെ ഈ അടുത്ത ദിവസം ഞാൻ കേൾക്കാനിടയായി. നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ മക്കളെയും, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ മക്കളെയും LKG തുടങ്ങി നമ്മൾ സ്കൂളിൽ വിടുന്നത് നമ്മൾ ഓരോ ഉദ്ദേശങ്ങളുമായിട്ടായിരിക്കും. നമുക്ക് ഒരുപാട് കണക്കുകൂട്ടലുണ്ടാവും. നമ്മുടെ മക്കൾ ഇന്നതാവണം, ഇന്ന പോലെ പോകണം, ഇത്രയും പഠിക്കണം, ഇത്രയും ഇത് ചെയ്യണം. പക്ഷെ ഓരോ ഇതിലേക്കും നമ്മൾ പറഞ്ഞു വിടുമ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറും നമ്മൾ അവർക്ക് വേണ്ടി തന്നെ ജീവിച്ച് ഓരോ കഷ്ടപ്പാടിലാണെങ്കിലും ഇപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കണവരാണെങ്കിലും അവർക്കും അവരുടെ മക്കളെ നല്ല രീതിയിൽ വലിയ സ്കൂളിൽ പഠിപ്പിക്കണം. ഗവൺമെൻറ് സ്കൂളൊക്കെ ഒട്ടും മോശമല്ല എങ്കിൽ പോലും വിടാതെ ഇതുപോലെ ക്വാളിറ്റി ഹൈ സ്റ്റാൻഡേർഡുള്ള സ്കൂളുകൾ വലിയ വലിയ ഡൊണേഷനൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്ന സാമ്പത്തിക ശേഷിയില്ലാത്തവരുമുണ്ട്. അവരെവിടെന്നെങ്കിലുമൊക്കെ വാങ്ങിച്ച് എൻ്റെ മകൾ നല്ല രീതിയിൽ പഠിക്കട്ടെ എന്നോർത്തിട്ട് അവരെ കൊണ്ട് ചേർക്കുന്നത്. പക്ഷേ ഈ 9ൽ പഠിക്കുന്ന കുട്ടി ഇത് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിനെ എത്രമാത്രം ഈ ഇതിൽ പഠിപ്പിക്കുന്ന ആ അധ്യാപികമാർ വിഷമിച്ചിട്ടുണ്ടാണ്. ഇന്നത്തെ ഓരോ വീടുകളിലും കണ്ടുവരുന്നത് മക്കളെ വഴക്ക് പറയാൻ പാടില്ല, മക്കളെ ചെറുതായിട്ട് ശിക്ഷിക്കാൻ പാടില്ല. അതിന് ഇന്ന് നിയമമുണ്ട്. അപ്പം അത് പറയും. അതിൻ്റെ പോരായ്മകളും ഇന്നുള്ള മക്കളിൽ നമ്മൾ കാണുന്നുണ്ട്. പണ്ടത്തെ മക്കളെ പോലെയല്ല. പണ്ടത്തെ മക്കളെ നമ്മൾ ഇതുപോലെ അവരുടെ പുറകെ നടന്നൊന്നും പറയണ്ട. സ്കൂളിൽ കൊണ്ടാക്കിയാൽ മതി, അവർ പഠിച്ചോളും. പഠിക്കുന്ന പിള്ളേർ പഠിച്ചോളും, പഠിക്കാത്തവർ പഠിക്കില്ല. പഠിക്കേണ്ട മക്കൾ നല്ല മാർക്കോടുകൂടി റാങ്ക് മേടിച്ച് A+ മേടിച്ച് പഠിക്കുന്ന മക്കളുമുണ്ട്. അവരുടെ തലയിൽ എന്താ വിധിച്ചേക്കണമെന്ന് വെച്ചാൽ അതുപോലെ വരുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇവർക്ക് ഇപ്പോൾ 8ലും 9ലൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്കറിയാം ഈ കുട്ടി SLCക്ക് മാർക്ക് കുറയുമെന്ന്. അവരുടെ സ്കൂളിൽ പേര് കിട്ടണം. പേരാണല്ലോ ഏറ്റവും വലുത്. ഈ സ്കൂള്, ഈ സ്ഥലത്തുള്ള ഈ സ്കൂള് വലിയ രീതിയിൽ ഭയങ്കര പഠിച്ച് അവരുടെ ഹൈ മാർക്കാണ്. ഇത്രയും പിള്ളേർക്ക് ഹൈ മാർക്കുണ്ട്. അതുകൊണ്ട് ആ സ്കൂളിൻ്റെ പേര് പത്രത്തിൽ വരുന്നു, അതിൽ വരുന്നു, ഇതിൽ വരുന്നു. അപ്പോൾ ആ പേര് കിട്ടാൻ വേണ്ടി തന്നെ ഇതിൽ പിന്നോക്കം നിൽക്കുന്ന കുറേ പിള്ളേരെ കൊണ്ടുപോയിട്ട് അവർ മാറ്റി നിർത്തുക. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന, ഈ മാറ്റി നിർത്തൽ വളരെ ദുഃഖകരമാണ്. ബാക്കിൽ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനും ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളിലാണ് ഞാനും പഠിച്ചത്, എറണാകുളത്ത്. നമ്മൾ അനുഭവിച്ച വേദനയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മാനസികമായിട്ട് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാക്കിൽ ഇരുത്തുക, അവരോട് കൂടുതൽ ഇടപഴകാതിരിക്കുക. മറ്റുള്ള ഹൈ ഇതിലേക്ക് വരുന്ന ഇച്ചിരി വണ്ടിയിലോ നല്ല ഇതിലൊക്കെ വരുന്ന പിള്ളേരെ, അങ്ങനെ എല്ലാ സ്കൂളുകളും അങ്ങനെയല്ല കേട്ടോ, ഒരിക്കലുമല്ല. ഒരു നല്ല രീതിയിൽ പോകുന്ന സ്കൂളുകളുമുണ്ട്, ഒരുപാട് വർക്ക് ലോഡ് കൊടുക്കാത്ത അധ്യാപകന്മാരുമുണ്ട്, സ്കൂളുകളുമുണ്ട്. ഇത് ഈ ചെറിയ പിള്ളേർക്ക് ഉള്ള ലെസൺസ് ഇത്രയോ വേർഡ്സ് ഇത്രയും എഴുതി കൊണ്ടുവരണം, ഇത്രയും ഹോംവർക്ക് ചെയ്യണം, ഇത് പഠിച്ചുകൊണ്ട് വരണം എന്ന് അവർ നിർബന്ധമായിട്ട് പറഞ്ഞു വിടുകയാണ്. സ്കൂളിൽ പോകുന്നത് ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുക. പിള്ളേർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ് ഓരോ പിള്ളേരും സ്കൂളിൽ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഈ ടീച്ചേഴ്സുമാരാണെങ്കിലും 10th SLCക്ക് ആവുമല്ലോ എന്നോർത്ത് അവരെ ഹെവി ലോഡ് കൊടുത്ത് പഠിപ്പിക്കുക, അവരെ വഴക്ക് പറയുക, അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുക, മറ്റുള്ള പിള്ളേരിൽ നിന്ന് മാറ്റി നിർത്തുക, അവരുടെ ഫ്രണ്ട്സ് അവരെ കളിയാക്കുക. അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അവർ ഒരു 9 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 10-14 വയസ്സായില്ലേ, 14-15 വയസ്സായി. അപ്പോൾ അവരും കുറച്ച് തിരിച്ചറിവൊക്കെ ആയി. അപ്പം അവരെയും സ്നേഹത്തോടെ പറഞ്ഞാൽ കോച്ചിങ് കൊടുത്താൽ ഏത് പിള്ളേരെ പഠിക്കാത്തത്? അവർക്ക് വേണ്ട കോച്ചിങ് കൊടുക്കുക, അതവരുടെ വീട്ടിൽ അറിയിച്ചിട്ട് അവർക്ക് വേണ്ട ഇത് കൊടുക്കുക. അല്ലാതെ കൊണ്ട് അവരിരിക്കുന്ന സ്ഥലത്തൊന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് ഇരുത്തുക, വേറെ ക്ലാസ്സിലേക്ക് ഇരുത്തുക, അതൊന്നും നല്ലതന്നെയല്ല. അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ നമ്മുടെ മക്കളോട്. പിന്നെ ഇപ്പോഴത്തെ മക്കളോട് ഇപ്പോൾ ഉള്ള ഈ നിലവിലുള്ള മക്കളോട് നമ്മൾ വഴക്ക് പറയാനും അവരെ ശിക്ഷിക്കാനോ ഒന്നും പാടില്ല.
അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കുറവുകൾ പണ്ടുള്ള സ്കൂളുകളിൽ ചെറുതായിട്ട് ശിക്ഷണം ഉണ്ടായിരുന്നു, വഴക്ക് പറയാമായിരുന്നു. അതൊന്നും ഇപ്പം പാടില്ല. ഉടനെ ആത്മഹത്യ. 8 വയസ്സുള്ള 9 വയസ്സുള്ള 10 വയസ്സുള്ള ഇപ്പോൾ 9ൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. കാലം പോയ പോക്കെ. അതുകൊണ്ട് എൻ്റെ പൊന്നു ടീച്ചർമാരെ, അധ്യാപികമാരെ, നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ മക്കളെ പഠിപ്പിക്കണേ. ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.